സ്നേഹം നിറഞ്ഞവരെ, ഫാദർ സ്റ്റെഫാനോ ഗോപിയുടെ ജനനം 1930 മാർച്ച് 22 ഇറ്റലിയിലാണ്. അദ്ദേഹം 1964 പുരോഹിതനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം അദ്ദേഹം ലാറ്ററൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കുകയും സഭയുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശുശ്രൂഷകളിൽ അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് പരിശുദ്ധ അമ്മയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്നത്. 1972 തൻ്റെ ആത്മീയ പിതാക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ച് ഇറ്റലിയിലെ ഒരു ദേവാലയത്തിൽ 2 വൈദികരോട് ചേർന്നുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രഥമ കൂട്ടായ്മ രൂപപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷം അനേകം പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ 1973 ജൂലൈ മാസം മുതൽ 1997 ഡിസംബർ 31 വരെ ഏകദേശം 604 സന്ദേശങ്ങളോളം നൽകുവാനായിട്ട് ഇടയായി. ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഈ സന്ദേശങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഈ സന്ദേശങ്ങളിലൂടെ പരിശുദ്ധ അമ്മ തൻ്റെ ശബ്ദം ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക് നൽകുകയായിരുന്നു. അദ്ദേഹം ഒരിക്കലും ഇതിനെ പ്രത്യക്ഷീകരണം എന്ന് പറയുന്നു, മാതാവ് പ്രത്യക്ഷപ്പെട്ടു എന്നല്ല പറയുന്നു, മറിച്ച് മാതാവിൻ്റെ ശബ്ദം കേൾക്കുന്നു, അല്ലെങ്കിൽ മാതാവ് തന്നെ പ്രചോദിപ്പിച്ചു, അല്ലെങ്കിൽ മാതാവിൻ്റെ ആ വലിയ ശബ്ദം തന്നെ മനസ്സാക്ഷിയോട് കേട്ടു എന്നാണ് അദ്ദേഹം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് വളരെ നിശബ്ദവും അസാധാരണപരമായ ഒരു വേഗത്തിലായിരുന്നു. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ അനേകം കർദിനാൾമാരും അതോടൊപ്പം തന്നെ ഏകദേശം 400ഓളം മെത്രാന്മാരും ലക്ഷക്കണക്കിന് വൈദികരും സമർപ്പിതരുമൊക്കെ ഈ പ്രസ്ഥാനത്തിൽ അംഗങ്ങളായിരുന്നു. ഇന്നും ലോകത്തിലെ വ്യത്യസ്തമായ ദേശങ്ങളിൽ സഭയെ ശക്തിപ്പെടുത്തി ആത്മീയമായിട്ട് നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ പ്രസ്ഥാനം വളരെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഈ പ്രസ്ഥാനത്തിന് രൂപം നൽകിയ ഫാദർ സ്റ്റെഫാനോ ഗോപിയുടെ നാമകരണ നടപടികൾ റോമൻ രൂപതയിൽ ഇന്ന് ആരംഭിക്കുകയാണ്. 2024 മെയ് 1 റോമിലെ കോമോ നഗരത്തിൽ വെച്ച് വിശുദ്ധ കുരിശിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് കർദിനാൾ ഓസ്കാർ കത്തോനി ഇവിടെ മുഖ്യ കാർമ്മികത്തിൽ ആരംഭിക്കുന്ന ദിവ്യബലിയിൽ വെച്ചുകൊണ്ട് ഈ നാമകരണ നടപടികൾ ആരംഭിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നാമകരണ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടുവാനും ഇടയാകുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.